ഇദ്ദേഹത്തിന് ഇനി ചെയ്യാൻ ബാക്കിയൊന്നുമില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നിടത്തു നിന്ന് ഇനിയും നിങ്ങൾ എന്തൊക്കെ കാണാൻ കിടക്കുന്നുവെന്ന് മമ്മൂട്ടി എന്ന നടൻ നമ്മോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. നിനക്ക് 2 തവണ വിധി പണയം വെച്ച് കളിക്കാൻ പറ്റില്ല. ഏഴ് തവണയാണ് മമ്മൂട്ടി മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടിയത്. ഏറ്റവും കൂടുതൽ തവണ ആ അവാർഡ് സ്വന്തമാക്കിയ നടനാണ് അദ്ദേഹം. 55ാമത് കേരള ചലച്ചിത്ര അവാർഡ് പട്ടികയിൽ ആസിഫ് അലി, വിജയരാഘവൻ, ടൊവിനോ തോമസ്, സൗബിൻ ഷാഹിർ എന്നിവരെ പിന്തള്ളിയാണ് മമ്മൂട്ടിയുടെ 7ാമത് മികച്ച നടനുള്ള പുരസ്കാര നേട്ടം. കൊടുമൺ പോറ്റിയായും ചാത്തനായും 2 കഥാപാത്രങ്ങളെ തന്റെ ശരീരത്തിലേക്ക് ആവാഹിച്ച് അഭിനയിച്ചതിനാണ് മികച്ച നടനായി ഇത്തവണ മമ്മൂട്ടിയെ ജൂറി തിരഞ്ഞെടുത്തത്. നോട്ടത്തിലും ഭാവത്തിലും പോലും അതിൽ മമ്മൂട്ടിയില്ല. ഒരു സൂപ്പർ സ്റ്റാറിന്റെ താരപരിവേഷവുമില്ല. അഭിനയമെന്നു പോലും തോന്നിപ്പിക്കാത്ത അഭിനയ തികവാണത്. ഒരാൾക്ക് കണ്ടുപഠിക്കാനുള്ള പാഠപുസ്തകമാണ് ഈ മഹാനടനെന്ന് നമുക്ക് നിസ്സംശയം പറയാം. 1984 ആദ്യ ബെസ്റ്റ് ആക്ടർ പുരസ്കാരം സംസ്ഥാന സർക്കാരിൽ നിന്നും ലഭിച്ചു. പിന്നീട് 89, 93, 2004, 2009, 2022, ഇപ്പോൾ 2024 പുരസ്കാരവും. ഇതിനു പുറമെ 3 തവണ ദേശീയ തലത്തിലും മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂക്കയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അടുത്ത തലമുറയിലെ നടന്മാരോടൊപ്പമായിരുന്നു ചലച്ചിത്ര പുരസ്കാര തിരഞ്ഞെടുപ്പിൽ ഈ 74-കാരന്റെ മത്സരം. ഞാനും ഈ തലമുറയിൽപ്പെട്ട ആള് തന്നെ, എന്നെ ആരും പഴയതാക്കണ്ട എന്ന് അദ്ദേഹം ചിരിയിൽ പൊതിഞ്ഞു പറയുമ്പോൾ അഭിനയത്തിൽ അനുഭവ സമ്പത്ത് ആവോളമുള്ള ഈ മഹാനടൻ ഞാൻ ഇനിയും ഒരുപാട് ദൂരം പോകുമെന്ന് അടിവരയിട്ട് പറയുകയാണ്. പരീക്ഷണ ചിത്രങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറാണ് മമ്മൂട്ടി. പുതിയ സംവിധായകരോടൊപ്പം അവരുടെ കഥാപാത്രങ്ങൾക്ക് രൂപവും ഭാവവും നൽകി മമ്മൂട്ടി അഭിനയത്തിന്റെ പുതിയ തലങ്ങളിൽ വിഹരിച്ചുകൊണ്ടിരിക്കും. ഉടനെ റിലീസാകാനിരിക്കുന്ന ചിത്രവും ഒരു പുതുമുഖ സംവിധായകന്റേതാണ്. കുറിപ്പിന്റെ റൈറ്ററായ ജിതിൻ കെ ജോസിന്റെ സംവിധാനത്തിലെത്തുന്ന കളങ്കാവൽ. ഇതുവരെ പുറത്തുവന്ന അപ്ഡേറ്റുകളിൽ നിന്ന് തന്നെ മമ്മൂക്കയുടെ വേറിട്ട ലുക്കും ഭാവങ്ങളുമാണ് ചിത്രത്തിലുള്ളതെന്ന് പ്രേക്ഷകർ ഉറപ്പിച്ചതാണ്. സ്വയം പുതുക്കി പണിയുന്ന നടനാണ് മമ്മൂട്ടി. തനിക്ക് അഭിനയത്തോട് ആർത്തിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ അദ്ദേഹം. അത് തീർത്തും ശരിയാണ്. എത്ര അഭിനയിച്ചാലും അഭിനയമോഹിയായ ഒരു ചെറുപ്പക്കാരന്റെ ആർത്തിയോടെ, ആവേശത്തോടെ അദ്ദേഹം ഓരോ കഥാപാത്രത്തിന്റെ ഉള്ളിലേക്കും പരകായ പ്രവേശം നടത്തിക്കൊണ്ടേയിരിക്കുന്നു.